ലോക പോലീസിന്റെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസയിൽ വീണ്ടും വെടിവെപ്പ് തുടരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ കേവലം ഒരു വെടിനിർത്തൽ ലംഘനം മാത്രമായിരുന്നു. അതോ കൈക്കൂലിക്കും വഞ്ചനാ കുറ്റങ്ങൾക്കും വിചാരണ നേരിടുന്ന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുതന്ത്രപരമായ നീക്കങ്ങൾ കൂടിയായിരുന്നു. വളരെ ചെറിയ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഈ വെടിനിർത്തൽ കരാറ് കേവലം ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള ഒരു താൽക്കാലിക ഇടവേള മാത്രമായിരുന്നില്ല, മറിച്ച് സമാധാനത്തിനുള്ള സാധ്യതകൾ നെതന്യാഹു സർക്കാർ മനഃപൂർവ്വം തകർക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഗസയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലെ ഇസ്രായേലിലെ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ നിർണായകമായ സമ്മർദ്ദങ്ങളുണ്ട് എന്ന് വ്യക്തമാവുന്നു. ഒരു വശത്ത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ ബന്ദികളുടെ കുടുംബങ്ങളുടെ സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്ന പൊതുജനാഭിപ്രായവും നെതന്യാഹുവിന്റെ പേരിലുണ്ട്. മറുവശത്ത് തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികള് യുദ്ധം പൂർണ്ണമായും നിർത്താൻ അനുവദിക്കില്ലെന്ന ഭീഷണി മുഴക്കി നെതന്യാഹു സർക്കാരിനെ അട്ടിമറിക്കാൻ കാത്തിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇതിനെല്ലാം മുകളിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാത്തിരിക്കുന്ന 10 വർഷം കഠിന തടവ് ലഭിക്കാവുന്ന നിയമപരമായ വെല്ലുവിളികൾ എന്നുള്ളത്. അധികാരത്തിന്റെ ഈ നിയമക്കുരുക്കുകളിൽ നിന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നെതന്യാഹു കണ്ടെത്തിയ ഒരേ ഒരു മാർഗം എന്നത് രാജ്യത്തിന്റെ സുരക്ഷാ ആശങ്കകളെ മുൻനിർത്തി യുദ്ധം തുടരുക എന്ന കുതന്ത്രമാണ്. ഈ കാരണങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഗസയിലെ വെടിനിർത്തലിന്റെ തകർച്ചയെ കേവലം ഒരു സൈനിക തീരുമാനമായി മാത്രം കാണാൻ കഴിയില്ല, മറിച്ച് ഇതൊരു രാഷ്ട്രീയ അതിജീവനത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി എന്താണ് വെടിനിർത്തൽ കരാറിന്റെ അവസ്ഥകളും വ്യവസ്ഥകളും ആദ്യഘട്ട കൈമാറ്റവും എന്ന് നോക്കാം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഒരു സമ്പൂർണ്ണ സമാധാന കരാറല്ലായിരുന്നു, മറിച്ച് ബന്ദികളെ മോചിപ്പിക്കാനും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ധാരണകൾ മാത്രമായിരുന്നു. ജനുവരി 19 മുതൽ മാർച്ച് 1 വരെ നീണ്ട ആദ്യഘട്ടത്തിൽ 20 ജീവനുള്ള ഇസ്രായേലി ബന്ദികളെയും 8 ജീവനറ്റ ശരീരങ്ങളുമാണ് ഇസ്രായേലിന് കൈമാറിയത്. ഇതിന് പകരമായി ഏകദേശം 2000 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൈമാറ്റം ഇരുപക്ഷത്തും താൽക്കാലികമായ ഒരു ആശ്വാസം നൽകിയിട്ടുണ്ടായിരുന്നു. കരാറിന്റെ ഭാഗമായിട്ട് ദിവസവും 600 ട്രക്കുകളിൽ സഹായം എത്തിക്കുക എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഹമാസ് പിടിച്ചുവെച്ച ഇസ്രായേലി ബന്ദികളിൽ മരിച്ച ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് അന്ന് ഹമാസ് ചർച്ചകളിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇസ്രായേലി മിസൈൽ ആക്രമണത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾക്കിടയിൽ ഇസ്രായേലി ജനതകളും മരണത്തിന് ഇരയാവുകയോ അവരുടെ ഡെഡ് ബോഡികളെല്ലാം തിരഞ്ഞെടുക്കാനോ സമയ കാലാവധികൾ ആവശ്യം വന്നിരുന്നു. ഈ ധാരണകൾ നിലനിൽക്കെ തന്നെ ഇസ്രായേലി ഭാഗത്ത് നിന്ന് കരാർ ലംഘനങ്ങൾ ഉണ്ടാവുകയും അത് വെടിനിർത്തൽ കരാർ തടയുന്നതിലേക്കും ചെന്നെത്തുകയാണ് ഉണ്ടായത്. ഇനി എന്തൊക്കെയായിരുന്നു ഇസ്രായേലി ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന കരാർ ലംഘനങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ തങ്ങളുടെ സൈനികരെ സമീപിച്ച പലസ്തീനികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വടക്കൻ ഗസയിൽ നടന്ന ഈ സംഭവത്തിൽ 5 പേര് മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സൈനിക നിയന്ത്രണത്തിലേക്കുള്ള പ്രദേശങ്ങളിലേക്ക് ആരും പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും മുന്നറിയിപ്പ് വെടിവെപ്പുകൾക്ക് ശേഷമാണ് വിമാനം ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതെന്നുമാണ് ഇസ്രായേൽ സൈന്യം നൽകിയ വിശദീകരണം. ഇതിനേക്കാൾ ഗുരുതരമായ നീക്കമുണ്ടായത് മാനുഷിക സഹായം തടഞ്ഞതിലാണ്. ഹമാസ് മൃതദേഹങ്ങൾ കൈമാറാൻ വൈകിയെന്ന് ആരോപിച്ച് ഇസ്രായേലി സൈനിക ഏജൻസിയായ COGAT ഗസയിലേക്കുള്ള സഹായ ട്രക്കുകളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ട്രക്കുകൾ പിടിച്ചടക്കുകയും ചെയ്തു. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കാലതാമസത്തെ കരാറിന്റെ ഗുരുതരമായ ലംഘനമായി പ്രഖ്യാപിക്കുകയും ഇതിനോട് പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതിനു ശേഷമാണ് ഗസയിൽ വീണ്ടും വെടിയൊച്ചകൾ കേട്ടത്. ഇവിടെ വിശകലനം ചെയ്യേണ്ട പ്രധാന ഘടകം എന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടാനായിട്ട് മാനുഷിക സഹായം എങ്ങനെ ആയുധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. UN കണക്കുകൾ പ്രകാരം ഗസയിൽ ആവശ്യമായ സഹായത്തിന്റെ 20% മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ കൈമാറുന്നതിലെ കാലതാമസം കാരണം സഹായം വെട്ടിക്കുറയ്ക്കുന്നത് ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായി മാറുന്നു. ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ ചുമത്തിയിട്ടുള്ള പട്ടിണി യുദ്ധമുറിയായി ഉപയോഗിച്ചു എന്ന കുറ്റത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന നടപടിയാണ്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടം തുടങ്ങാൻ ഹമാസ് തയ്യാറായിട്ടും നെതന്യാഹു സർക്കാർ ഈ ധാരണയിൽ നിന്ന് ഏകപക്ഷമായിട്ട് പിന്മാറുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുക എന്നതിനേക്കാൾ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന തീവ്ര വലതുപക്ഷ ലക്ഷ്യത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ താല്പര്യം മാറിയതാണ് വെടിനിർത്തൽ ലംഘനത്തിലുള്ള അടിസ്ഥാന കാരണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തെ മാത്രമല്ല വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന അഴിമതി കേസുകളാണ്. നെതന്യാഹുവിന്റെ ഈ കേസിന്റെ അടിസ്ഥാനത്തിലുള്ള വിചാരണകളെല്ലാം 2020 മെയ് മാസത്തിൽ തന്നെ തുടങ്ങിയതാണ്. കൈക്കൂലി, വഞ്ചന, വിശ്വാസലംഘനം എന്നീ കുറ്റങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാലേ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. 2024 ഡിസംബറോടെ പ്രതിഭാഗം തെളിവുകൾ ആരംഭിച്ചിരുന്നു. ഇനി ഈ വിചാരണകളുടെ അടുത്ത ഘട്ടം എന്നത് നെതന്യാഹുവിന്റെ മൊഴിയെടുപ്പാണ്. നെതന്യാഹുവിന്റെ അഭിഭാഷകർ വിചാരണ വൈകിപ്പിക്കാൻ പല തവണ കോടതിയെ സമീപിച്ചിരുന്നു. ഇസ്രായേൽ നേരിടുന്ന യുദ്ധത്തിന്റെ തിരക്കുകൾ കാരണം പ്രധാനമന്ത്രിക്ക് തയ്യാറെടുക്കാൻ സമയം ലഭിക്കുന്നില്ല എന്ന ന്യായമാണ് അവർ ഉയർത്തിയത്. എന്നാൽ
നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പും യുദ്ധം തുടരുന്നതും പരസ്പരം ബന്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചർച്ചാ വിഷയങ്ങളാണ് നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവരുടെ പോലും ആരോപണങ്ങൾ. യുദ്ധം തുടരുമ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ദേശീയ സുരക്ഷാ വിഷയങ്ങളിലേക്ക് തിരിയുകയും വ്യക്തിപരമായ നിയമക്കുരുക്കുകൾ പൊതുമണ്ഡലത്തിൽ നിന്ന് മറയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അഴിമതി കേസുകളുടെ വിശദാംശങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ 4ാമത്തെ കേസ് ഏറ്റവും ഗൗരവമേറിയ വിഷയമാണെന്ന് മനസ്സിലാക്കുക. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് സ്വകാര്യ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നതാണ് ഇതിലെ 4ാമത്തെ ആരോപണം. നെതന്യാഹുവിന് സ്വന്തം അധികാരം നിലനിർത്താൻ യുദ്ധം തുടരേണ്ടത് ഒരു രാഷ്ട്രീയപരമായ അത്യാവശ്യമായി മാറിയിരിക്കുന്നു. സമാധാന ഉടമ്പടിയിലേക്ക് നീങ്ങിയാൽ അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യ കക്ഷികൾ ഉടൻ തന്നെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സർക്കാർ വീഴുകയും പുതിയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ക്രിമിനൽ വിചാരണയെ നേരിടുന്നതിനേക്കാൾ അപകടകരമാണ്. വിചാരണ വൈകിപ്പിക്കാനും പൊതുജന ശ്രദ്ധയെ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് തിരിക്കാനും യുദ്ധം നെതന്യാഹുവിനെ സഹായിക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും രാജ്യത്തിനകത്തെ ബന്ദികളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധങ്ങളെയും അവഗണിച്ച് യുദ്ധം തുടരാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നെതന്യാഹു നിർബന്ധിതനാവുകയാണ്. നിയമപരമായ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ബങ്കറായിട്ട് ഗസ യുദ്ധം നിലകൊള്ളുന്നുണ്ട്. യുദ്ധം തുടരുന്നതിലൂടെ നെതന്യാഹു സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുകയും തന്റെ നിയമപരമായ വെല്ലുവിളികളെ താൽക്കാലികമായി മാറ്റിവെക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി നെതന്യാഹുവിന്റെ അനീതികൾക്കെതിരെ അന്താരാഷ്ട്ര നിയമ നടപടികളും ആഗോള എതിർപ്പുകളും നോക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ തുടർച്ച നെതന്യാഹുവിനെ ലോക രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗസയിലെ മാനുഷിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറന്റിന് നീങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പട്ടിണി ഒരു യുദ്ധമുറയായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ യുദ്ധകുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ICC ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇസ്രായേലിന്റെ പരമ്പരാഗത സഖ്യകക്ഷികളിൽ പോലും സർക്കാരിനോടുള്ള അതൃപ്തി വർദ്ധിക്കുന്നുണ്ട്. അമേരിക്കയിൽ നടന്ന ഒരു സർവേ പ്രകാരം 61% അമേരിക്കൻ ജൂതന്മാരും ഇസ്രായേൽ ഗസയിൽ നിയമവിരുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠനങ്ങൾ പ്രകാരം അമേരിക്കയിൽ പൊതുജന അഭിപ്രായത്തിൽ 60% ജനങ്ങൾക്കും ഇസ്രായേൽ സർക്കാരിനെ കുറിച്ചിട്ട് നെഗറ്റീവ് അഭിപ്രായമാണുള്ളത്. സഖ്യകക്ഷികളുടെ പോലും പിന്തുണ നഷ്ടപ്പെടുന്ന ഈ സാഹചര്യം നെതന്യാഹു ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ICCയുടെ അറസ്റ്റ് വാറന്റ് ഭീഷണി നേരിടുമ്പോഴും നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തതിന്റെ കാരണം തന്റെ ആഭ്യന്തര രാഷ്ട്രീയ സുരക്ഷയാണെന്നുള്ളത് ഇതിനോടകം വ്യക്തമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ എതിർക്കുന്നത് അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യ കക്ഷികൾക്ക് കൂടുതൽ ശക്തി നൽകുന്നുണ്ട്. ഇത് നിയമപരമായ ഒറ്റപ്പെടലിനേക്കാൾ പ്രധാനമായി രാഷ്ട്രീയ സുരക്ഷയെ കാണുന്നു എന്നതിന്റെ സൂചനയാണ്. യുദ്ധം തുടരുന്നതിലൂടെ ഗസയിലെ ദുരിതം ലോകം കണ്ടിട്ടില്ലാത്ത വിധം രൂക്ഷകരമായിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ശേഷം ഗസയുടെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 3% മരണനിരക്കുകൾ ഉയർന്നിട്ടുള്ളത്. ഗസ സിറ്റിയിലെ കെട്ടിടങ്ങളുടെ 83% തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ വ്യവസ്ഥാ സ്ഥാപിതമായ നാശനഷ്ടങ്ങളും ഗസയിലെ ജനങ്ങളുടെ തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്നു. മാനുഷിക സഹായത്തിന്റെ കാര്യത്തിൽ ആവശ്യമുള്ളതിന്റെ 20% മാത്രമാണ് ഗസയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ എമർജൻസിയായ UNRWAക്ക് 7 മാസത്തിലേറെയായിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും ഈ ദീർഘകാല ഉപരോധം യുദ്ധത്തിന്റെ ഫലമായുള്ള പരിക്കുകളെക്കാൾ ഉപരിയായിട്ട് പട്ടിണിയും രോഗങ്ങളും കാരണം കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്നു. യുദ്ധം തുടരുന്ന ഈ ദുരന്ത സാഹചര്യങ്ങളിൽ 565-ലധികം സഹായ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രധാനമന്ത്രിയുടെ കസേര നിലനിർത്താൻ വേണ്ടി ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. സമാധാനത്തിനുള്ള ഓരോ വാതിലും ഇസ്രായേൽ അടയ്ക്കുമ്പോൾ ലോകം ഇന്ന് ആശങ്കയോടെ ചോദിക്കുന്നു, ഗസയിലെ ഈ യുദ്ധത്തിന് ഇസ്രായേൽ നൽകുന്ന വില എന്നത് ഒരു പ്രധാനമന്ത്രിയുടെ കസേരയേക്കാൾ വലുതല്ലേ എന്ന്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇനി എത്ര പേർക്ക് ജീവൻ ബലികൊടുക്കേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ആഴത്തിലുള്ള റിപ്പോർട്ടുകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സ്നേഹപൂർവ്വം ദാസൻ നെന്മാറ.